Welcome to mathematics class. We will discuss linear transformation. Linear transformation. Linear transformation. Linear transformation if V and W are two vector spaces, then a function t from V to W is called a linear transformation if it satisfies t of x plus y is equal to t of x plus t of y for every xy belongs to V, and second one, t of cx is equal to c into t of x for every c belongs to f and x belongs to V. So, a function from a vector space to another vector space is called function or mapping from one vector space to another vector space. T is called a linear transformation if the following two conditions satisfies. That is, first one is t of x plus y equal to t of x plus t of y for every xy belongs to V, and t of cx equal to c into t of x for every c belongs to f and x belongs to V. Okay. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഒരു എക്സാമ്പിൾ t from R2 to R2, t from R2 to R2, t of some xy is equal to t of R2 ലെ ഒരു വെക്ടർ എന്താണ്ടാവുക, R2 ലെ ഒരു വെക്ടർ R2 ആണ് നമ്മൾ വെക്ടർ സ്പേസിലെ എലമെന്റ് t of xy ആണ്. t of x, y അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും t of x, y is equal to x, 0. t ഒരു വെക്ടറിനെ എന്തിലേക്ക് മാപ്പ് ചെയ്യുന്നു, x, 0 ലേക്ക്. ജോമെട്രിക്കലി പറയുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു x, y ഇവിടെ ഉണ്ടെങ്കിൽ അതിന് t അതിനെ മാപ്പ് ചെയ്തിട്ട് x, 0 എന്നാണ് ഈ പോയിന്റിലേക്ക് മാപ്പ് ചെയ്യും. ഈ പോയിന്റിലേക്ക് മാപ്പ് ചെയ്യും. ദാറ്റ് ഈസ് പ്രൊജക്ഷൻ ഓൺ ടു x ആക്സിസ്. x ആക്സിസിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. x ആക്സിസിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓക്കെ xy എന്ന പോയിന്റിനെ x, 0 എന്ന പോയിന്റിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. x ആക്സിസിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. എന്തായാലും ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് ആദ്യം നോക്കുക. ക്ലിയർലി ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. ഇനി നമുക്ക് ഇതിന് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ നോക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ടി ഓഫ് രണ്ടാൾക്കാരെ എടുക്കാം നമുക്ക്. ലെറ്റ് ഓക്കെ രണ്ടാളുകളെ ഞാൻ എടുക്കുകയാണ്. രണ്ടാളുകളെ ലെറ്റ് x1, y1 and x2, y2 are two members from R2. നമ്മളെ വിയിൽ നിന്ന് ഞാൻ രണ്ടാളുകളെ എടുക്കുകയാണ്. ഇവിടെ വിയും ഡബ്ല്യുവും തന്നെയാണ്, R2 തന്നെയാണ്. എന്തായാലും വിയിൽ നിന്ന് രണ്ടാൾക്കാരെ എടുക്കുകയാണ്. x1, y1 ഉം x2, y2 ഉം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സമ്മ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, x plus y, x ഉം y എടുത്താൽ x plus y എടുക്കണമല്ലോ. അപ്പോൾ ഇവിടെ യുവും വിയും ആണ് വിചാരിക്കുക. അല്ലെങ്കിൽ ഇതിന് എങ്ങനെ വിചാരിക്കട്ടോ, t of u plus v equal to t of u plus t of v എന്ന് വിചാരിക്കുക ഫോർ എവരി u v belongs to v. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് u ഇത് v ആണ്. അങ്ങനെയാണെങ്കിൽ u plus v എന്താ വരിക, then t of u plus v, that is x1, y1 plus x2, y2 is equal to t of എന്ത് വരും, x1 plus x2, y1 plus y2 എന്ന് വരും. ഇനി നമ്മൾ t എന്താ ചെയ്യാ, t ഒരാളെ കിട്ടിയാൽ എന്താ ചെയ്യാം, t a, b നെ കിട്ടിയാൽ എന്താ ചെയ്യാം, t ഒരാളെ കിട്ടിയാൽ എന്താ ചെയ്യാം, അതിനെ പ്രൊജക്ട് ചെയ്യും, x ആക്സിസിലേക്ക് പ്രൊജക്ട് ചെയ്യും. അപ്പൊ എന്താ വരിക, ഫസ്റ്റ് കോർഡിനേറ്റ് 0 എന്നുള്ള t of ab എന്താ a, 0, t of x1 plus x2, y1 plus y2 എന്താ x1 plus x2, 0 എന്ന് വരും. which is equal to x1, 0 plus x2, 0 which is equal to t of x1, y1 plus t of x2, y2. So t of x1, y1 plus x2, y2 is equal to t of u plus v equal to t of u plus t of v. നമുക്ക് വേണമെങ്കിൽ ഇതിനെ u plus v വെച്ചിട്ട് എഴുതാം. t of u plus v equal to t of u plus t of v for every u v belongs to v, u small v belongs to v. t of cu is equal to c into t of u for every c belongs to f and u belongs to v. ഇങ്ങനെ പറയാം. u v ആണ് കുറച്ചുകൂടി നല്ല ലെറ്റേഴ്സ്, അതെടുക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ എന്ത് വന്നു, ഫസ്റ്റ് സ്റ്റെപ്പ് ശരിയായി, ടി ഓഫ് യു പ്ലസ് വി ഈക്വൽ ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി എന്ന് കിട്ടി. അടുത്ത എന്താ തെളിയിക്കേണ്ടത്, നമുക്ക് സി ടി ഇൻറ്റു സി യു എന്നാണ്. ടി ഓഫ്
സി യു, സി ഇൻറ്റു യു, യു എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ് വൈ എടുക്കാം. ടി ഓഫ് സി ഓഫ് എക്സ് വൈ നമ്മൾ എവിടെ നിന്ന് എടുത്തതാണ്? R2 മെമ്പറാണ് നമ്മൾ എക്സ് വൈ, യു ആണ് ഇത് യു ഈക്വൽ ടു എന്ത് വരും? ടി ഓഫ് സി എക്സ് കോമ സി വൈ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു ടി എഫ് എ ബി എന്താ? ടി ഓഫ് എ ബി എന്താ? എ കോമ 0, സോ സി എക്സ് കോമ 0 which is equal to c into x comma 0 which is equal to c into what is x comma 0? T of xy, T of xy. So c T of c cu equal to c into T of u. T of cu is equal to c into T of u. ഇത് വന്നു T of cu is equal to c into T of u എന്ന് വന്നു. Therefore എന്തുകൂടിയായി? രണ്ടാമത്തെ കണ്ടീഷൻ ശരിയായി. Therefore it is a linear transformation. അപ്പോൾ T of xy is equal to T of x comma y is equal to x comma 0 is a linear transformation. It is a linear transformation. ഒരു എക്സാമ്പിൾ ആയി. ഇതേപോലെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും കുറേ എണ്ണം. ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം. അതൊക്കെ നിങ്ങൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് തെളിയിച്ചിട്ട് നോട്ടിലേക്ക് എഴുതുക. ഓക്കെ, വേറൊരു എക്സാമ്പിൾ, വേറെ വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടി ഫ്രം P3 of R ൽ നിന്ന് P2 of R ലേക്ക് set upon polynomial of degree less than or equal to 3 ൽ നിന്ന് set upon polynomials of degree less than or equal to 2 ലേക്ക് ഒരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യാണ്. T of f is equal to f dash, ഡെറിവേറ്റീവ് ഓഫ് f. ടി ഒരാളെ കിട്ടിയാൽ എന്താ ചെയ്യുക? ടി എന്ന ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ, ടി എന്നത് ഒരു ഫംഗ്ഷനാണ്. അത് ഇതിലുള്ള ഒരു പോളിനോമിയലിന്, എഫ് എന്നൊരു പോളിനോമിയലിനെ കിട്ടിയാൽ എന്താ ചെയ്യുക വെച്ചാൽ ആ പോളിനോമിയലിന്റെ ഡെറിവേറ്റീവ് എടുക്കും. ഡിഫറൻഷ്യബിൾ, അപ്പോൾ പോളിനോമിയൽ ക്ലിയർലി ഡിഫറൻഷ്യബിൾ ആണല്ലോ. ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഈ പോളിനോമിയൽ അതിന്റെ ഡെറിവേറ്റീവിലേക്ക് മാപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ക്ലിയർലി നമുക്കറിയാം തേർഡ് ഡിഗ്രി പോളിനോമിയൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ സെക്കൻഡ് ഡിഗ്രിയോ അതിൽ കുറവായിരിക്കും, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. എന്തായാലും ഇതിൽ ക്ലിയർലി ഇത് നോക്ക്, ടി ഓഫ് എഫ് പ്ലസ് ജി എന്താ വരിക? ടി ഓഫ് യു പ്ലസ് വി. നമ്മളെ ഈ P3 of R ലുള്ള മെമ്പേഴ്സ് ആരൊക്കെ? യു വി ഒക്കെ എന്താ? ഫംഗ്ഷൻസ് ആണ്, പോളിനോമിയൽസ് ആണ്. അപ്പോൾ രണ്ട് പോളിനോമിയൽ ഞാൻ എടുത്തു, എഫും ജിയും. എഫും ജിയും എടുത്താൽ ടി ഓഫ് എഫ് പ്ലസ് ജി എന്താ വരിക? ടി ഓഫ് എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ എഫ് പ്ലസ് ജിയുടെ ഡെറിവേറ്റീവ്. ടി എന്താ ചെയ്യുന്നത്? എഫ് പ്ലസ് ജിയുടെ ഡെറിവേറ്റീവ് എടുക്കും. നമുക്കറിയാം എഫ് പ്ലസ് ജിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എഫിന്റെ ഡെറിവേറ്റീവ് പ്ലസ് ജിയുടെ ഡെറിവേറ്റീവ് ഉണ്ട്. സം റൂൾ, derivative of a sum equal to sum of the derivatives. So f dash plus g dash. What is f dash? T of f. T of f is f dash. T of g is the g dash. T of f plus g equal to T of f plus T of g. Similarly, T of cf is equal to c into T of f എന്നും വരും. അതേകൊണ്ട് T of f equal to f dash എന്ന ഈ ഫംഗ്ഷൻ എന്താണ്? ഈ ഫംഗ്ഷൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇതുപോലെ ഇഷ്ടംപോലെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം, അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താലേ കാര്യമുള്ളൂ. ഞാൻ കുറേ ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ അതൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചെയ്യാത്തത്. ഞാൻ ചെയ്ത് അത് നോക്കി എഴുതിയോണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ സ്വന്തമായിട്ട് എന്നെ ക്ലാസ്സിൽ നിന്നൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടത്. ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങളത് സ്വന്തമായിട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം. ഓഫ്ലൈൻ ആണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ കുറേ എക്സാമ്പിൾസ് ആയി. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം പറയാൻ പറ്റും. ഡെഫിനിഷനിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ റിസൾട്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതാം. തിയറം ബിയും ഡബ്ല്യു രണ്ട് വെക്ടർ സ്പേസ് ആണ്. ടി ഫ്രം ബി ടു ഡബ്ല്യു ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തത് ടി ഓഫ് സീറോ വെക്ടർ ഇസ് ഈക്വൽ ടു സീറോ വെക്ടർ ഇൻ ഡബ്ല്യു. സീറോ വെക്ടർ ഇൻ വി എന്ന് പറഞ്ഞത് ടി അതിനെ മാപ്പ് ചെയ്യുന്നത് ഡബ്ല്യൂവിലെ സീറോ വെക്ടറിലേക്കായിരിക്കും. ടി ഓഫ് സീറോ സീറോ ആയിരിക്കും എന്നർത്ഥം. ടി ഓഫ് സീറോ സീറോ ആയിരിക്കും. ഈ സീറോ എന്താ? വെക്ടർ ഇൻ വിയിലുള്ള സീറോ വെക്ടർ, അത് ഡബ്ല്യൂയിലുള്ള സീറോ വെക്ടറിലേക്കായിരിക്കും മാപ്പ് ചെയ്യുക. രണ്ടാമത് പറയുന്നത് ടി ഓഫ് സി എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു അല്ലെങ്കിൽ സി യു പ്ലസ് വി ഈക്വൽ ടു സി ഇൻറ്റു ടി യു പ്ലസ് ടി വി ഫോർ എവരി യു വി ബിലോങ്സ് ടു വി ആൻഡ് സി ബിലോങ്സ് ടു എഫ്. ഇത്രയാണ് ടി മാപ്സ് linear transformation maps zero vector into zero vector. Also ടി ലീനിയർ ആണെങ്കിൽ ഇങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് ഇനി ഇത് ഉണ്ട് എന്ന് കാണിച്ചാൽ തന്നെ ലീനിയർ ആയി. അപ്പൊ ലീനിയറിന് നേരത്തെ നമ്മൾ രണ്ട് കണ്ടീഷൻ എഴുതിയല്ലോ. ടി ഓഫ് യു പ്ലസ് വി ഈക്വൽ ടു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി, ടി ഓഫ് സി യു ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ടി ഓഫ് യു എന്ന് രണ്ട് സ്റ്റെപ്പായിട്ട് എഴുതിയ കാര്യത്തെ ഒറ്റ ലൈനിൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പൊ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? നമുക്ക് ഇതിലൊക്കെ ഒരു കാര്യം കൂടി നമുക്ക് പറയാം. ടി ഓഫ് സമ്മേഷൻ I equal to 1 to n, okay, Ci ui is equal to summation I equal to 1 to n Ci into T of ui.
That is another T of C1 U1 plus C2 U2 plus etc. Cn Un. T of C1 U1 plus C2 U2 plus C3 U3 plus etc. Cn Un is equal to C1 into T of U1 plus C2 into T of U2 plus etc. Cn into T of Un എന്ന് കിട്ടും. ഇങ്ങനെ കിട്ടും. ഓക്കെ ഓക്കെ ടീയുടെ ഉള്ളിലേക്ക് എടുക്കാന്ന് പറഞ്ഞാൽ സമ്മേഷന്റെ ഉള്ളിലേക്ക് നമുക്ക് ആരെടുക്കുക ടി എന്ന ഫംഗ്ഷൻ എടുക്കാന്ന് അർത്ഥം. ഓക്കെ ടി ഇവിടെ ചെയ്യാന്നർത്ഥം. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഒരു സം ഇസ് ഈക്വൽ ടു ലീനിയർ കോമ്പിനേഷൻ. ലീനിയർ കോമ്പിനേഷൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷനുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആണ് എന്നാ പറയുന്നത്. ഓക്കെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ലീനിയർ കോമ്പിനേഷൻ, ഒരു ലീനിയർ കോമ്പിനേഷന്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ കോമ്പിനേഷനെ ട്രാൻസ്ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കണ്ടതിന് ശേഷം അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ മതി എന്നാണ് ഇത് ശരിക്കും വേർഡ്സ് പറയുകയാണെങ്കിൽ അർത്ഥം. ഓക്കെ അപ്പൊ ഇതിന്റെ പ്രൂഫ് എങ്ങനെ? Proof. Okay, we have T of 0v is equal to T of 0v plus 0v. 0 വെക്ടർ ഞാൻ 0 വെക്ടർ പ്ലസ് 0 വെക്ടർ എന്ന് എഴുതി. ഇനി T ലീനിയർ ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? T of u plus v എന്താണ്? T of u plus T of v ആണ്. ഓക്കെ ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എനിക്ക് എന്ത് ചെയ്താൽ which implies 0 വെക്ടർ in w plus T of 0 വെക്ടർ. എന്തായാലും T of 0 വെക്ടർ എന്ന് പറയുന്നത് ഡബ്ല്യൂയിലാണ് ഉണ്ടാവുക. കാരണം ടി എന്താ വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്കുള്ള മാപ്പാണ്. അതുകൊണ്ട് തന്നെ ടി ഓഫ് സംതിങ് എന്ന് പറയുന്നത് എപ്പോഴും ഡബ്ല്യൂയിലാണ് ഉണ്ടാവുക. ഇതിപ്പോൾ ഡബ്ല്യൂയിലുള്ള ഒരു വെക്ടറാണിത്. അങ്ങനെയാണ് ഡബ്ല്യൂയിലുള്ള 0 വെക്ടർ അതിലേക്ക് ആഡ് ചെയ്താൽ ഡബ്ല്യൂയിലുള്ള ഒരു വെക്ടറിനോട് അവിടുത്തെ 0 വെക്ടർ ആഡ് ചെയ്താൽ ഒരു മാറ്റം വരില്ലല്ലോ. നമുക്കറിയാമല്ലോ അതൊരു വെക്ടർ സ്പേസ് ആണ്. അവിടെ എന്തുണ്ട്? 0 വെക്ടർ ഉണ്ട്. 0 വെക്ടർ ഏത് വെക്ടറിനോട് ആഡ് ചെയ്താലും വ്യത്യാസമൊന്നും വരില്ല. അത് വെക്ടർ കിട്ടാം. അപ്പൊ ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വിച്ച് ഇംപ്ലൈസ് ഇനി നമുക്ക് എന്ത് ചെയ്യാം? T of 0v എന്ന് പറഞ്ഞാൽ ഡബ്ല്യൂയിലുള്ള വെക്ടർ ആണ്. ഡബ്ല്യൂയിലുള്ള അഡീഷൻ ആണ് ഇത്. ഈ പ്ലസ് എന്ന് പറഞ്ഞത് എന്താ? ഡബ്ല്യു എന്ന വെക്ടർ സ്പേസിലെ അഡീഷൻ ആണ്. ഡബ്ല്യു എന്നത് വെക്ടർ സ്പേസ് ആയതുകൊണ്ട് അത് ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ ആണ്. ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ ആയതുകൊണ്ട് അവിടെ എന്ത് നടക്കും? ക്യാൻസലേഷൻ ലോ നടക്കും. റൈറ്റ് ക്യാൻസലേഷൻ ലോയും ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോയും ഒക്കെ നടക്കും. ഇവിടെ റൈറ്റ് ക്യാൻസലേഷൻ ലോ പ്രകാരം ഇത് ക്യാൻസൽ ആയി പോകും. വിച്ച് ഇംപ്ലൈസ് 0w is equal to T into 0v. അപ്പൊ ഇവിടെ എഴുതേണ്ടത് ബൈ ക്യാൻസലേഷൻ ലോ. Cancellation law ഇത് സിൻസ് ടി is ഓക്കെ ഇങ്ങനെ എഴുതാം. ഇത് T of 0 ഇങ്ങനെ എഴുതാൻ കാരണം ബൈ ഇത് ഇങ്ങോട്ട് വരാൻ കാരണം ബൈ സിൻസ് ടി is linear. അതാണ് സിൻസ് ടി is linear. ടി ലീനിയർ ആയതുകൊണ്ട് ഇതിനെ T of u plus T of u plus T of v എന്ന് എഴുതി. പിന്നെ ഇവിടെ ക്യാൻസൽ ചെയ്യാൻ കാരണം ഇവിടെ എഴുതുന്നത് സിൻസ് ബൈ ക്യാൻസലേഷൻ ലോ എന്ന് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഇതിങ്ങനെ T of 0v equal to 0w എന്ന് കിട്ടും. ഓക്കെ ഇനി രണ്ടാമത്തെ പ്രൂഫ് രണ്ടാമത്തെ പ്രൂഫ് ലെറ്റ് u, v belongs to capital B and C belongs to F. Okay, T of Cu plus V is equal to T of Cu plus V is equal to T of Cu plus T of V. എന്താ കാരണം? Cu എന്ന് പറയുന്നത് എവിടെ ഉള്ളത്? അതിനു മുന്നേ then Cu എവിടെ ഉണ്ടാവും? വിയിലുണ്ടാവും. CFലും u വിയിലും ആണെങ്കിൽ Cu വിയിലുണ്ടാവും. കാരണം V വെക്ടർ സ്പേസ് ആണ്, ക്ലോസ്ഡ് അണ്ടർ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് Cu എവിടെ ഉണ്ടാവും? വിയിലുണ്ടാവും. Cu വിയിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ Cu എന്ന് പറയുന്നത് വിയിലൊരു വെക്ടർ ആണ്. ഈ സ്മോൾ v എന്ന് പറയുന്നതും വിയിലൊരു വെക്ടർ ആണ്. ഇത് ക്യാപിറ്റൽ V ആട്ടോ. അപ്പോ Cu എന്ന് പറയുന്നതും വിയിലെ വെക്ടർ ആണ്, സ്മോൾ v എന്ന് പറയുന്നതും വിയിലെ വെക്ടർ ആണെങ്കിൽ T of u plus v ഫോമിലാണ് ഇത്. T of u plus ഇതിനെ u എന്ന് വിചാരിക്കുക. ഓക്കെ u1 എന്ന് വിചാരിക്കുക. u1 plus v1 എന്ന് വിചാരിക്കുക. T of u1 plus v1 എന്നാണ് T of u1 plus T of v1 ആണ്. Since T is linear ആയതുകൊണ്ട് ഇനി ഇതിനെ ലീനിയർ ആയതുകൊണ്ട് തന്നെ ഇതിനെന്ത് T of C into T of u plus T of v എന്ന് എഴുതാം. അതിനും കാരണം T is linear. Okay, therefore T of Cu plus v is equal to C into T of u plus T of v. തിരിച്ചും ഇത് വേണം പ്രൂവ് ചെയ്യട്ടോ. ഇത് തിരിച്ചും എങ്ങനെ പ്രൂവ് ചെയ്യാം? ഇതുണ്ടെങ്കിൽ
ഇത് ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെന്നും അതും നമുക്ക് തെളിയിക്കാം. എങ്ങനെ? സിക്ക് 1 കൊടുത്താൽ ടി ഓഫ് യു പ്ലസ് വി ഈക്വൽ ടു 1 ഇൻറ്റു യു പ്ലസ് ടി വി, ദാറ്റ് ഈസ് ടി ഓഫ് യു പ്ലസ് ടി വി ഓഫ് വി എന്ന് കിട്ടും. പിന്നെ വിക്ക് 0 കൊടുത്താൽ ടി ഇൻറ്റു സി യു പ്ലസ് 0 എന്ന് വരും, ഈക്വൽ ടു സി ഇൻറ്റു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് 0 എന്ന് വരും. ടി ഓഫ് 0 എന്താണെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്, 0 ആണെന്ന് തെളിയിച്ചത്. ഇത് 0 ആയി പോകും, ഇത് ആഡ് ചെയ്യുമ്പോൾ ഇത് 0 ആയി പോകും. അപ്പൊ ഇങ്ങനെ കിട്ടും ടി ഓഫ് സി യു ഈക്വൽ ടു സി ഇൻറ്റു ടി ഓഫ് യു എന്നും കിട്ടും. അപ്പൊ തിരിച്ച് ഇതുണ്ടെങ്കിൽ മറ്റേ 2 സ്റ്റെപ്പ് ഉണ്ടെന്ന് അങ്ങനെയും കിട്ടും. അതൊക്കെ നോട്ടിൽ കൃത്യമായിട്ടുണ്ട്. ഞാൻ നോട്ട് തരാം നിങ്ങൾക്ക്. നോട്ട് ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ബോർഡിൽ നോക്കിയാണ്ട് നോട്ടിന് എഴുതണ്ട, ഞാൻ നോട്ട് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി ലീനിയർ ട്രാൻസ്ഫോർമേഷന് കുറേ എക്സാമ്പിൾസ് കിട്ടി. ഇനി ഇനി റേഞ്ച് ആൻഡ് നൾ സ്പേസ് ആൻഡ് റേഞ്ച്. നൾ സ്പേസ് ആൻഡ് റേഞ്ച്. നൾ സ്പേസ് എന്ന് പറഞ്ഞാൽ n of t, t from v to w ആണെങ്കിൽ n of t എന്ന് പറഞ്ഞാൽ set of all x belongs to v such that t of x is equal to 0. That is, നോക്ക് ഇവിടെ ഇത് നമ്മളെ v ഇവിടെ ഉണ്ട്, w ഇവിടെ ഉണ്ട്, ഇവിടെ ഇങ്ങോട്ട് t വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെയുള്ള കുറെ ആൾക്കാർക്ക് ഇവിടെ ഇമേജുകൾ ഉണ്ട്. ഇവിടെ 0 ഉണ്ട്, 1 2 3 -4 -5 ഒക്കെ കുറെ സാധനങ്ങളുണ്ട്. ഇവിടുന്ന് ചില ആളുകളുടെ ഇമേജ് 0ലേക്കാണ്, ചില ആളുകളുടെ വേറെ പലതിലേക്കുമാണ്. ഇതിലൊക്കെ ഇമേജ് ഇങ്ങോട്ടാണ്, ഇമേജ് ഇങ്ങോട്ടാണ്. പക്ഷെ 0ലേക്ക് 2 ആൾക്കാരെ മാപ്പ് ചെയ്യുന്നു. ഇവിടെയുള്ള 2 ആളുകളുടെ ഇമേജ് 0ലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്നു. ഇയാളുടെ ഇമേജും 0 ആണ്, ഇയാളുടെ ഇമേജും 0 ആണ്. അങ്ങനെയാണെങ്കിൽ 0യിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്ന ഈ 2 ആളുകളുടെ സെറ്റിനെ പറയുന്ന പേരാണ് എന്ത്? നൾ സെറ്റിന്. നൾ സ്പേസ്, നൾ സെറ്റ് അല്ല, നൾ സ്പേസ്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എംപ്റ്റി സെറ്റ്. നൾ സ്പേസ് എന്ന് പറഞ്ഞാൽ അതൊരു വെക്ടർ സ്പേസ് ആണ്, അതുകൊണ്ടാണ് അതിന്റെ നൾ സ്പേസ് എന്ന് പറഞ്ഞത്. ഇതിപ്പോ ഞാൻ തിരക്കൂട്ടി പറയാൻ കാരണം നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാനാണ്. ഇത് സബ് സ്പേസ് ആണെന്ന് നിങ്ങൾ തെളിയിക്കണം. അപ്പൊ ഇതെന്താ സാധനം? സെറമോൾ എക്സ് ഇൻ വി, വിയുടെ ഒരു സബ്സെറ്റ് ആണ്. അപ്പൊ ഇത് വിയിലുള്ള കുറച്ച് ആളുകൾ എന്താ ഇതിന്റെ പ്രത്യേകത? ടി അവരൊക്കെ 0ലേക്ക് പറഞ്ഞേക്കും. ഏത് 0 ആണിത്? 0 in w ആണ് സെറ്റ് ചെയ്ത്. 0 എന്ന് പറഞ്ഞാൽ 0 in w ആണ്. അപ്പോ സെറമോൾ എക്സ് ഇൻ വി സച്ച് ദാറ്റ് ടി ഓഫ് എക്സ് ഈക്വൽ ടു 0. ഡബ്ല്യൂയിലെ 0യിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്ന ആളുകളുടെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടി എന്ന ഫംഗ്ഷൻ നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളും ആണ് നമ്മളെ ഡൊമൈൻ എന്ന് വിചാരിക്കുക. വി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് ആണ്. ഡബ്ല്യു എന്ന് പറഞ്ഞാലോ മാർക്കുകളുടെ കളക്ഷനാണ്, 1 മുതൽ 48 വരെയുള്ള മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് റിയൽ അനാലിസിസിലോ അല്ലെങ്കിൽ പിന്നെ ലീനിയർ ആൾജിബ്രയിലോ കിട്ടുന്ന മാർക്കാന്ന് വിചാരിക്കുക. അപ്പോൾ വി എന്ന് പറഞ്ഞ സെറ്റ് എന്താ? നിങ്ങളെ ക്ലാസ്, ഫൈനൽ ഇയർ മാത്സ്. ഡബ്ല്യു എന്നുള്ള സെറ്റ് എന്താ? 1 2 3 4 എക്സെട്ര 48 വരെ മാർക്ക്. അങ്ങനെയാണെങ്കിൽ ടി ഓഫ് ഒരു കുട്ടി, ടി ഓഫ് ഒരു സ്റ്റുഡൻറ് യു എന്ന് പറഞ്ഞാൽ ടി ഓഫ് യു എന്ന് പറഞ്ഞാൽ 15, അല്ലെങ്കിൽ ടി ഓഫ് യു എന്ന് പറഞ്ഞാൽ 10, അല്ലെങ്കിൽ ടി ഓഫ് യു എന്ന് പറഞ്ഞാൽ 48 ഇതൊക്കെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 0 മാർക്ക് കിട്ടിയ കുട്ടികളുടെ കളക്ഷനാണ് നമ്മൾ നൾ സ്പേസ് എന്ന് പറയുക. ഇപ്പോൾ ഒരു 5 ആൾക്ക് 0 മാർക്ക് കിട്ടിയ ക്ലാസ്സിൽ ഒരു 5 പേർക്ക് 0 മാർക്ക് ഉണ്ട്. അപ്പോൾ ടി ഓഫ് ഇന്ന ആള് ഈസ് ഈക്വൽ ടു 0 ആണ്, ടി ഓഫ് ഇന്ന രണ്ടാമത്തെ ആള് 0 ആണ്. അങ്ങനെയാണ് ഈ 5 കുട്ടികളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, ആ 5 കുട്ടികളുടെ ലിസ്റ്റാണ് എന്ത്? ഈ 5 കുട്ടികളുടെ. ഇപ്പോൾ ഒരു എക്സ് വൈ സെഡ് പി ക്യു ആർ, ഇത്രയും 5 ആൾക്കാർ പി ക്യു, എക്സ് വൈ സെഡ് പി ക്യു എന്ന് പറഞ്ഞാൽ 5 കുട്ടികൾക്ക് 0 മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് സെറ്റ് എക്സ് വൈ സെഡ് പി കോമ ക്യു, ഇവരെയാണ് നൾ സ്പേസ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സ്പേസ് ഇത് ക്ലിയർലി സബ്സെറ്റ് ഓഫ് വി ആണല്ലോ. ഇതിൽ ആരുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇത് നോൺ എംപ്റ്റി ആണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റും. ഇതിലെ 2 ആൾക്കാരുടെ അതൊക്കെ സമ്മും ഇതൊക്കെ ക്ലോസ് അണ്ടർ അഡീഷനും ക്ലോസ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണെന്നൊക്കെ വളരെ ഈസി ആയിട്ട് തെളിയിക്കാൻ പറ്റും. യു ഷുഡ് പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എ സബ് സ്പേസ്. ഓക്കെ, ഇനി ഞാൻ എക്സാമ്പിൾ ആണെങ്കിൽ പറയാം. എക്സാമ്പിൾ ടി ഫ്രം ആർ ടു ആർ, ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എടുത്തിരിക്കുക. T of x equal to x, R and R like T of x equal to x. Clearly it is a linear transformation. അത് തെളിയിക്കാൻ വളരെ ഈസിയാണ്. It is a linear transformation. അങ്ങനെയാണെങ്കിൽ T of x equal to x linear transformation ആണ്. അങ്ങനെയാണെങ്കിൽ T of ഇതിന്റെ null space എന്താ പറയുക? n of t എന്ന് പറഞ്ഞാൽ set of all x belongs to R such that T of x equal to 0.
which is equal to set of all x element of R such that t of x എന്താ x തന്നെയാണ് x equal to 0. set of all x in R such that x equal to 0 എന്ന് പറഞ്ഞാൽ ആര് മാത്രമാണ് 0 മാത്രം. റിയൽ നമ്പറിലുള്ള എല്ലാ xകളും അത് 0 ആവും വേണം. അപ്പൊ പിന്നെ ആര് മാത്രമേ ഉള്ളൂ സിംഗിൾട്ടൺ സെറ്റ് 0 ആണെങ്കിൽ സെറ്റ് നൾ സ്പേസ് വരുന്നത് സെറ്റ് 0 മാത്രം. സിംഗിൾട്ടൺ സെറ്റ് 0 ആണ് ഇതിന്റെ നൾ സ്പേസ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ഒന്ന് വിചാരിക്കാം t of x equal to 0 for every x element of R. എല്ലാവരെയും 0 ലേക്ക് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ. ക്ലിയർലി ഇതൊരു സ്പേസ് ആട്ടോ. എന്ത് സ്പേസ് ആണ്? അല്ല സോറി, ഇത് എന്താണ്? ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. t of x equal to 0 for every x എന്നുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. t of x plus y എന്ത് വരും? 0 എന്ന് വരും. അതിനെ 0 plus 0 എന്ന് എഴുതാം. t of x plus 0 t of y എന്ന് എഴുതാം. അതുപോലെ t of cx 0 ആണ്, c into t of x 0 ആണ് എന്നൊക്കെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർലി ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇതിന്റെ നൾ സ്പേസ് എന്താ വരിക? x element of R such that t of x equal to 0. set of x element of R such that t of x എന്ന് പറഞ്ഞാൽ എന്താ? 0 equal to 0. 0 equal to 0 ആവുന്ന എല്ലാ x element of R ഉണ്ട്. എല്ലാ എക്സിനും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന അർത്ഥം. അത് ഫുൾ റിയൽ നമ്പർ. എല്ലാവരെയും ഇത് എങ്ങോട്ടാ മാപ്പ് ചെയ്യുന്നത്? എല്ലാ ആൾക്കാരെയും 0 ലേക്കാണ് മാപ്പ് ചെയ്യപ്പെടുന്നത്. എല്ലാ റിയൽ നമ്പറിനെയും 0 ലേക്കല്ലേ മാപ്പ് ചെയ്യുന്നത്. അപ്പൊ മാപ്പ് ചെയ്യപ്പെടുന്നവരാരാ? ഫുൾ റിയൽ നമ്പേഴ്സ്. എല്ലാ റിയൽ നമ്പറിന്റെയും ഇമേജ് 0 അല്ലേ? അപ്പം എല്ലാ റിയൽ നമ്പറും എന്താണ്? നൾ സ്പേസിലുണ്ട്. അപ്പൊ ഇതിന്റെ നൾ സ്പേസ് എന്താ വരിക? ഫുൾ റിയൽ നമ്പർ വരും. ഇനി t of x equal to 2x എന്താണ്? ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. പക്ഷേ 2x plus 3 ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല കേട്ടോ. ഇതിലേക്ക് ഒരു +3 ആഡ് ചെയ്താൽ എന്തല്ല അത് ഇത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല എന്ന് പറയാൻ ഏറ്റവും എളുപ്പമുണ്ട്. എന്താ എളുപ്പം എന്ന് അറിയാം? t of 0 എടുത്താൽ മതി. t from R3 R to R എന്ന് വിചാരിക്കാം. t from R to R t of x equal to 2x plus 3 ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ ചോദിച്ചാൽ അല്ല. ഈസി ആയിട്ട് അതിന് ആൻസർ എങ്ങനെ പറയാം? t of 0 എടുക്കുക. t of 0 എന്ന് പറഞ്ഞാൽ 3 ആ വരിക. നമുക്ക് എന്ത് കിട്ടണം? t of 0 0 കിട്ടണ്ട. നേരത്തെ തിയറത്തിൽ നമ്മൾ പറഞ്ഞു t of 0 0 ആയിരിക്കണം ലീനിയർ ട്രാൻസ്ഫോർമേഷന്. ഇത് t of 0 0 ആണോ? അല്ല, t of 0 3 എന്നാ കിട്ടുക. സോ നോ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഇറ്റ് ഈസ് നോട്ട് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. കുറേ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു. ചെറിയൊരു വീഡിയോ ആണ്. ആ ചെറിയ വീഡിയോയിൽ ചെറുതല്ല, 25 മിനിറ്റുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾ ഞാൻ തരുന്ന നോട്ടൊക്കെ വെച്ച് കൃത്യമായിട്ട് ഇത് ഭാഗം പഠിക്കുക. ഓക്കെ, ഇനി ആർ ഓഫ് ടിയും കൂടി പറയാം. ആർ ഓഫ് ടിയും കൂടി പറഞ്ഞിട്ട് നിർത്താം. ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ റേഞ്ച് സ്പേസ്. ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ റേഞ്ച് സ്പേസ്. ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ടി ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ബി. എല്ലാ ഇമേജ്, നമ്മളെ ഇമേജ് സെറ്റ് ഉണ്ടല്ലോ, സാധാ ഫംഗ്ഷന്റെ ഇമേജ് സെറ്റ് ഉണ്ടല്ലോ, അതന്നെ ഇത് സാധനം. സെറ്റ് ഓഫ് ഓൾ ടി ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ബി. വീലുള്ള ആളുകളുടെ ഇമേജ് സെറ്റ്. ഓക്കെ, വീലുള്ള ആളുകളുടെ ഇമേജ് സെറ്റ്. ഫോർ എക്സാമ്പിൾ t of x equal to x for every x element of R എന്നാണെങ്കിൽ t from R to R t of x equal to x ആണെങ്കിൽ നമ്മളെ റേഞ്ച് സെറ്റ് എന്ത് വരും? റേഞ്ച് സെറ്റ് ഫുൾ റിയൽ നമ്പർ വരും. ഇനി t of x equal to 0 for every x element of R ആണെങ്കിലോ, എല്ലാവരെയും 0 ലേക്ക് മാപ്പ് ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ റേഞ്ച് സെറ്റ് ആകെ വരും ഫുൾ 0 മാത്രമേ കിട്ടുള്ളൂ. ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കട്ടെ. t of xy is equal to x, 0. നേരത്തെ നമ്മൾ തെളിയിച്ചല്ലോ t of xy equal to x, 0 അല്ലെങ്കിൽ t of uv equal to u, 0. ഇതിന്റെ നൾ സ്പേസും റേഞ്ച് സ്പേസും എന്താ? ഇതിന്റെ നൾ സ്പേസ് എന്താ വരിക എന്ന് വെച്ചാൽ എന്താ വരിക? നൾ സ്പേസ് ഇതെന്ന് എഴുതി നോക്കിയാൽ മതി. മനസ്സിൽ പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ, ഇത് മനസ്സിൽ തന്നെ കിട്ടേണ്ടതാണ്, മനസ്സിൽ കിട്ടിയില്ലെങ്കിൽ എന്ന് എഴുതി നോക്കിയാൽ മതി. എന്താണ് സാധനം? സെറ്റ് ഓഫ് ഓൾ u, v such that t of uv equal to 0 which is equal to set of all uv such that t of uv എന്താ? u, 0. u, 0 equal to 0 എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? 0w 0 ആണ് കേട്ടോ. 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇത് എവിടെ എങ്ങോട്ടുള്ള ഫംഗ്ഷനാ? R2 ൽ നിന്ന് R2യിലേക്കാണ്. അപ്പൊ 0 എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് 0 ആരാ? 0 ആണ്. അപ്പൊ u0 equal to 0 എന്ന് പറഞ്ഞാൽ അർത്ഥം സെറ്റ് ഓഫ് ഓൾ uv such that u equal to 0 എന്ന് കിട്ടും. u equal to 0. set of all uv such that u equal to 0. set of all ordered pair such that first element is 0. എല്ലാ ഓർഡേർഡ് പെയറും അതിലെ ഫസ്റ്റ് എലമെന്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതേതാ സെറ്റ്? സെറ്റ് ഓഫ് ഓൾ 0v such that v belongs to R. സെറ്റ് ഓഫ് ഓൾ 0v ടൈപ്പിലുള്ള ആളുകളൊക്കെ 0v ടൈപ്പിലുള്ള, that is 03, 010, 09, 011, 0,√2 ഇവരൊക്കെ ഇയാളെ എങ്ങനെ മാപ്പ് ചെയ്യുക? 0 ലേക്ക് മാപ്പ് ചെയ്യുക. ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. t of 0,√2 എന്താ വരിക? 0,√2 വരിക. ഇവിടെ u ആദ്യം എഴുതും. u എന്താ? u 0 ആണ്. പിന്നെ 0 ആണ് എഴുതേണ്ടത്. 0 എന്ന് കിട്ടും.
അപ്പൊ നൾ സ്പേസിൽ എന്താ വരിക? സെറ്റ് ഓഫ് ഓൾ 0, v ആ വരിക. റേഞ്ച് സ്പേസ് എന്താ? സെറ്റ് ഓഫ് ഓൾ u, 0. റേഞ്ച് സ്പേസ് വരിക എന്താ? റേഞ്ച് സ്പേസ് r of t വരിക സെറ്റ് ഓഫ് ഓൾ u, 0 such that u belongs to r. ഇതാണ് ഇതിന്റെ റേഞ്ച് സ്പേസ് വരിക. അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.